ഗോതമ്പ് പാടങ്ങളിൽ താമരപ്പൂക്കൾ വാടുന്ന കാഴ്ച കാണുന്നു. ഗോതമ്പ് പാടങ്ങളിൽ ഇടയ്ക്ക് നട്ട താമരപ്പൂക്കൾ വാടുന്ന കാഴ്ച കാണുന്നു. ഹരിയാനയിൽ നിന്ന് വരുന്ന കാഴ്ച അവിടെ ഹൂഡയുടെ മുന്നേറ്റം, കോൺഗ്രസിന്റെ മുന്നേറ്റം. സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുമ്പോൾ ബിജെപിയുടെ ലീഡ് നില 19 സീറ്റുകളിൽ മാത്രമാണ് എന്നുള്ളത് കാണണം. 49 ഇടങ്ങളിൽ 49 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഗുലാം നബി ആസാദിന്റെ രാജിക്കത്തം ഓർമ്മയുണ്ടല്ലോ. 49 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിരന്തരം പരാജയപ്പെട്ട കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയും ആർക്കും കൊടുത്തിരുന്നില്ല. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വിജയത്തിന്റെ കൊടി ഏറ്റി വരുന്നത് കോൺഗ്രസ് രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ. കോൺഗ്രസ് പ്രതീക്ഷിക്കാത്ത അട്ടിമറിയിലേക്കാണ് ഹരിയാന ഇപ്പോൾ പോകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. AICC ആസ്ഥാനത്തെ ആഘോഷ പരിപാടികൾ നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഷാനി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്നുള്ളത്. BJP കേവല ഭൂരിപക്ഷത്തിന്റെ നോക്കൂ എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്നുള്ളത്. രാവിലെ തന്നെ അവർ ആഘോഷം തുടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണാം എല്ലാവരും തന്നെ വലിയ നിരാശയിലാണ്. എല്ലാവരും വട്ടത്തിലിരുന്നു കൊണ്ട് ഹുക്ക വലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തകർ എല്ലാവരും വലിയ നിരാശയാണ് അവർക്കുള്ളത്. നോക്കൂ, കഴിഞ്ഞ 10 മിനിറ്റ് നേരത്തെ ട്രെൻഡ് നമ്മൾ നോക്കിയാൽ 19 നിന്ന് അടിവച്ചടിവെച്ച് BJPയുടെ മുന്നേറ്റം നോക്കിയാൽ കേവല ഭൂരിപക്ഷം പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തിരിച്ചു വരാനാവാത്ത വിധം BJPയുടെ വളർച്ചയെന്ന് നമുക്ക് പറയേണ്ടി വരുമോ എന്ന്. ഇന്ന് രാവിലെ ഹരിയാന അത് പറയാതിരിക്കാൻ ഇപ്പൊ പറ്റില്ല. ഫലം വന്നപ്പോ എന്തായിരുന്നു ഒരു ബഹളം, കർഷക സമരം, ഗുസ്തിക്കാരുടെ മത്സരം, ഒളിമ്പ്യനെ ഇറക്കിയിരിക്കും, മലപ്പുറം കത്തി. എന്തായി? ഇന്ന് രാവിലെ പല ചാനലുകളും ഞാൻ കണ്ടപ്പോ എന്തൊരു പടക്കം പൊട്ടിക്കലായിരുന്നു. പടക്കം പൊട്ടിക്കലോട് പടക്കം മുഹബത്തിന്റെ മുഹബത്ത് കാ ദുഃഖാനിൽ ലഡു വിതരണം ചെയ്യാൻ ആര്? മാധ്യമങ്ങളും. ബിനു വിജോണിനെയും മറ്റേ പ്രശാന്ത് രഘുവംശം 2 ദിവസം ശ്രദ്ധിക്കണേ. കെട്ടിന് ചാവോന്നറിയില്ല, അവർക്ക് എന്തുമാത്രം സങ്കടമാണെന്നറിയാം. ബിനു വിജോണിനെയും മറ്റേ പ്രശാന്ത് രഘുവംശം 2 ദിവസം ശ്രദ്ധിക്കണേ. കെട്ടിന് ചാവോന്നറിയില്ല, അവർക്ക് എന്തുമാത്രം സങ്കടമാണെന്നറിയാം. വളരെ ശ്രദ്ധിക്കണം, എല്ലാരും ഉണ്ട്. ഞാൻ ഒരാളെ പേര് പറയുന്നല്ല. ആത്മഹത്യയൊന്ന് പേടിയായി. രാഹുൽ ഗാന്ധിയെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന ഇലക്ഷനാവും. ഹിന്ദി ഹൃദയഭൂമിയിലാണ്. അതേടോ, ഹിന്ദി ഹൃദയഭൂമി തന്നെയാണ് ഹരിയാന. കുരുക്ഷേത്ര യുദ്ധം നടന്ന മണ്ണാണ്. നിങ്ങൾക്ക് കഴിയില്ല. 10 കൊല്ലം കഴിഞ്ഞ് 15ാമത്തെ വർഷത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി ജനഹൃദയങ്ങളിലാണ്. 3 മണിക്ക്